മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റുകളിൽ സർവേ നടപടി തുടങ്ങി. എൽസ്റ്റൺ, നെടുമ്പാല എന്നീ എസ്റ്റേറ്റുകളിലാണ് സർവേ ആരംഭിച്ചത്. അനൂപ് KR വിവരങ്ങൾ നൽകാനുണ്ട്. അനൂപ്, ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സർവേ നടക്കുന്നത്. എസ്റ്റേറ്റുകൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ? ഹൈക്കോടതി സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഉത്തരവ് കഴിഞ്ഞ വാരം പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലുള്ള സർവേ നടപടികൾ. ആ ഘട്ടത്തിൽ തന്നെ സർവേ നടപടികൾ ആരംഭിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ചുള്ള മറ്റ് അതിന്റെ വില നിർണ്ണയവും മറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ രണ്ട് സ്ഥലങ്ങൾ, നേരത്തെ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച രണ്ട് സ്ഥലങ്ങൾ സംബന്ധിച്ചുള്ള സർവേകൾ പ്രാഥമികമായി ആരംഭിച്ചിരിക്കുകയാണ്. അതിനെ സ്പെഷ്യൽ ഓഫീസറെ സർക്കാർ നിയോഗിച്ചിരുന്നു. അരുൾ എന്ന ഉദ്യോഗസ്ഥൻ ഇന്ന സ്ഥലത്തെത്തി 10 സംഘങ്ങളായി തിരിഞ്ഞവർ ഈ സർവേ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഏതായാലും ഇന്നു മുതൽ സർവേ ആരംഭിക്കും. ഏതാണ്ട് ഒരാഴ്ചയോളം ഈ സർവേ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ തുടരും. അതിന് ആവശ്യമായ സ്ഥലം, സുരക്ഷിതമായ സ്ഥലം, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തല സൗകര്യം എല്ലാം കണക്കിലെടുത്താണ് സർവേ നടത്തുന്നത്. അതോടൊപ്പം വനം, റവന്യൂ, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള സംയുക്ത മഹാസഭ തയ്യാറാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളും അതുമായി ബന്ധപ്പെട്ട് നടക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ മലയാളം ലാൻഡേഷന്റെ നെടുമ്പാല എസ്റ്റേറ്റുമാണ് ഈ സ്ഥലത്ത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നത്. അത് ഈ പുനരുദ്ധരിക്കപ്പെടുന്നവരുടെ ഭാവി സുരക്ഷിതത്വം അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയാണ്. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും വിഭാവനം ചെയ്യുന്ന വിധത്തിലാണ് ഈ ടൗൺഷിപ്പ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അനുയോജ്യമായ സ്ഥലം സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക പരിശോധനകളാണ് ഏതായാലും ഇപ്പോൾ നടത്തുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റും ഈ നെടുമ്പാല എസ്റ്റേറ്റും വൈത്തിരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉള്ളത്. അവിടെയാണ് ഇന്നിപ്പോൾ ആദ്യ സംഘം എത്തി പരിശോധന നടത്തുന്നത്. ശരി, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റുകളിലെ സർവേ നടപടി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുരോഗമിക്കുന്നു. എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകളിൽ സർവേ നടപടികൾ നടക്കുകയാണ്. അനൂപ് KR വിവരങ്ങൾ നൽകിയത് വയനാട് നിന്ന്.